ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല വൈകിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചായിട്ടൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും, ഇനി വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മുട്ടയൊക്കെ പതഞ്ഞ് വരുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ വളരെ ചെറുതായിട്ട് ഇതിനകത്ത് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ തന്നെ മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ദോശമാവാണ്. ഞാൻ അവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ദോശമാവും മുട്ടയും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ പാനിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ടവൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ദോശമാവിൽ നിന്നും കുറച്ച് ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. വളരെ കനം കുറച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ ഈ തവയിൽ എണ്ണയൊന്നും തേച്ച് കൊടുക്കുന്നില്ല. എണ്ണ നമ്മൾ ആദ്യം തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനേ. ഇപ്പോൾ തന്നെ ദോശ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ദോശയൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ നിന്നും ഒരു തവിത ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ആ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഒരു സൈഡൊന്ന് ആയിട്ട് വന്നപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ചട്ടുകം വെച്ചിട്ട് ദാണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതാണ്ട് ആ സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ദോശ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എന്നും നമ്മൾ കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതേ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. നമ്മുടെ മുട്ട ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.